April 2nd വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. ഓട്ടിസം അതർവൈസ് പൊതുവേ പറയപ്പെടുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ്. സോ ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ദ സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ്, അതായത് വളരെ ചെറിയ ബുദ്ധിമുട്ടുകൾ തുടങ്ങി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരെയായിട്ടും ഈ ഓട്ടിസം പ്രസൻറ്റ് ചെയ്യാം. അതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ, അതായത് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ യൂഷ്വലി നമുക്ക് ജനിതകമായി ചെറിയ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള കുട്ടികൾക്ക് അവരുടെ ജീവിത സാഹചര്യമോടെ ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ബേസിക്കലി ഓട്ടിസം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓട്ടിസത്തിൽ പ്രധാനമായിട്ടും 2 മേഖലകളിലാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ആദ്യം പറയുന്നത് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. ഒരു കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ സാഹചര്യത്തോടും ചുറ്റുപാടോടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ ഡെഫിനറ്റ്ലി ഓട്ടിസത്തിൽ ഡിഫക്റ്റീവ് ആകും. രണ്ടാമത് റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സ്, കുഞ്ഞുങ്ങൾക്ക് തടുക്കാൻ പറ്റാത്ത രീതിയിൽ ചില പർട്ടിക്കുലർ ബിഹേവിയറൽ പാറ്റേൺ വളരെ റിപ്പീറ്റഡ്ലി ഇവർ കാണിക്കും. ഈ 2 സാധനമാണ് ഓട്ടിസത്തിൻ്റെ കാർഡിനലായിട്ട്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫീച്ചേഴ്സ്. യൂഷ്വലി നമുക്കിത് അറൗണ്ട് 3 ഇയേഴ്സിനുള്ളിൽ തന്നെ നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. പലപ്പോഴും പേരൻസ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ സോഷ്യൽ എക്സ്പെക്റ്റേഷൻ, ഒരു കുഞ്ഞ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ അതിനനുസരിച്ച് കുട്ടി ഉയരാത്തപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉണ്ടാകുന്ന സാധ്യതയെപ്പറ്റി യൂഷ്വലി പേരൻസ് അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ് മനസ്സിലാക്കുന്നത്. അപ്പം ആസ് പേരൻസ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയുന്നത്, അതായത് ചില കുഞ്ഞുങ്ങളിൽ ഇന്ന സാധനങ്ങൾ കണ്ടാൽ ഓട്ടിസം ആകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം 1 വയസ്സായിട്ട് നമ്മൾ പേര് പറഞ്ഞ് വിളിച്ചിട്ടും കുട്ടി തിരിഞ്ഞു നോക്കാതിരിക്കുക, 1.5 വയസ്സായിട്ടും പ്രോപ്പർലി മീനിങ്ഫുള്ളായിട്ട് വേർഡ്സ് സംസാരിക്കാതിരിക്കുക, ഈ പല ടോയ്സ് വെച്ച് പ്രോപ്പർലി കളിക്കാതിരിക്കുക, കുട്ടികൾ കൂട്ടം കൂടുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പോയി കളിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും യൂഷ്വലി നമ്മൾ റെഡ് ഫ്ലാഗ് സൈൻസ് ഓഫ് ഓട്ടിസം, അല്ലെങ്കിൽ ഇന്ന സാധ്യതകൾ കൊണ്ട് ഓട്ടിസത്തിനൊരു സാധ്യതയുണ്ടെന്നുള്ളത്. ഇതിലാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് ഡെഫിനറ്റ്ലി ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് നിന്ന് തന്നെയായിരിക്കണം. ഇതിലുള്ള കാരണം ഓട്ടിസത്തിൽ നമ്മൾ പറയുന്ന പല കണ്ടീഷൻസും ചിലപ്പം സാധാരണയായി തന്നെ ചില കുട്ടികളിൽ കണ്ടുവരാവുന്നതാണ്. സോ ഒരു കുഞ്ഞിപ്പം സംസാരിക്കുന്നില്ല, അത് ചിലപ്പോൾ കേൾവിക്കുറവുണ്ടാകാം, ദയവ് ചെയ്ത് അതിനെ നേരെ ഓട്ടിസം എന്ന് കരുതി ഇരിക്കരുത്. ഇറ്റ് ഷുഡ് ബി ഡെഫിനറ്റ്ലി ഇവാലുവേറ്റഡ് ബൈ എ പീഡിയാട്രീഷ്യൻ. ഞാൻ ഈ മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുള്ളതായിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞ് നമ്മളടുത്ത് സമീപിക്കുമ്പം ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പേരൻ്റൽ ഗൈഡൻസ് ഡെഫിനറ്റ്ലി കൊടുക്കണം. കാരണം ഒരു കുട്ടിയായിട്ട് ഒരു പേരൻ്റ് വരുന്ന സമയത്ത് അവർക്ക് ഒത്തിരി കൺസേൺസ് കാണും. ആദ്യം പ്രോപ്പർ ഹിസ്റ്ററി ടേക്കിംഗ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് കുഞ്ഞിന് എന്തെല്ലാം ബുദ്ധിമുട്ടുള്ളത് തോന്നുന്നുള്ളത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യും. അസോസിയേറ്റഡ് ആയിട്ട് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുണ്ട്, അതായത് ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലാണ്, കുഞ്ഞിൻ്റെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, കൊച്ചിന് ന്യൂറൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളോ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ അമ്മയുടെ ഹിസ്റ്ററി പ്രകാരവും പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ്റെ ഒബ്സർവേഷൻ പ്രകാരവും നമ്മൾ ഓട്ടിസത്തിനെ മൈൽഡും മോഡറേറ്റും സിവിയറുമായിട്ടും ഗ്രേഡ് ചെയ്യും. അപ്പോൾ ഓട്ടിസം ഡയഗ്നോസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഒരു ട്രെയിൻഡ് പേഴ്സൺ ആയിരിക്കണം. ഓട്ടിസത്തിന് അസോസിയേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മേൽപ്പറഞ്ഞ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇത് രണ്ടും തീരുമാനിച്ചിട്ടായിരിക്കും അതിൽ എന്ത് ചികിത്സയാണ് കൊടുക്കുന്നത് നമ്മൾ തീരുമാനിക്കുന്നത്. ഏത് മേഖലയിലാണ് കുട്ടിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്, സോഷ്യൽ ഇൻറ്ററാക്ഷനിലാണോ, ഐ കോണ്ടാക്റ്റിലാണോ, റിപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സിലാണോ, ഏത് സാധനത്തിലാണ്, അതോ അസോസിയേറ്റഡ് കോമോബിഡിറ്റീസിലാണോ, അതായത് ഈ ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനെ എന്തെങ്കിലും, അതിലായിരിക്കും നമ്മൾ ശ്രദ്ധ ഊന്നിയായിരിക്കണം അതിൻ്റെ തെറാപ്പി കൊടുക്കുന്നത്. ആദ്യം ഈ ഡയഗ്നോസിസ് പ്രോപ്പർ ആകാതെ നമ്മൾ തെറാപ്പിയിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. രണ്ടാമത് മറ്റ് ചികിത്സാ രീതികൾ, അതായത് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ്, MRI, EEG, ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ഇൻഡിക്കേഷനുള്ള കുട്ടികളിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നോർമലി എല്ലാ കുട്ടികളുടെ ചികിത്സയ്ക്ക് മുന്നേയും ഒരു കംപ്ലീറ്റ് നോർമൽ ബ്ലഡ് ടെസ്റ്റുകളും ഒരു തൈറോയ്ഡ് പ്രൊഫൈലും ചെയ്യും. ബാക്കിയുള്ള ഇമേജിങ്, EEGയോ MRI അങ്ങനെയുള്ള സാധനങ്ങൾ സ്പെസിഫിക് ബുദ്ധിമുട്ടുള്ളത്, അതായത് ഓട്ടിസം കൊണ്ട് മാത്രം അല്ല, സ്പെസിഫിക് ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ സംശയമുള്ള കുഞ്ഞുങ്ങളിൽ മാത്രമേ അത് ചെയ്യുള്ളൂ. ഓട്ടിസം അവയർനെസ് ഡേയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പേരൻ്റ് അറിഞ്ഞിരിക്കുന്നത്, ഒന്ന്, ദയവ് ചെയ്ത് അൺട്രെയിൻഡ് ആയിട്ടോ ഉള്ള ആൾക്കാരുടെ നിന്നോ സ്വയമോ ഒരു പ്രെജുഡിസ്ഡ് ആറ്റിറ്റ്യൂഡ് എടുക്കരുത്. കുഞ്ഞ് സംസാരിക്കുന്നില്ല, അത് കുഞ്ഞിന് ചിലപ്പോൾ കേൾവിക്കുറവുകൊണ്ടായിരിക്കാം, അത് ഉടനെ ഓട്ടിസമാണ് എന്ന് കരുതരുത്. ദയവേത് ഒരു ട്രെയിൻഡ് പ്രൊഫഷണലിൻ്റെ അടുത്ത് മുന്നിൽ ചെന്ന് കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ട് പറയുകയും ആ ഇവാലുവേഷനിലും വേണം അങ്ങനെ ഒരു അസുഖം ഉണ്ടോ എന്ന് തന്നെ ഉറപ്പ് വരുത്താൻ. രണ്ടാമത്, ചില മിഥ്യാധാരണകൾ, ചില ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ചില വാക്സിനേഷൻസ് ഉണ്ടാകുന്നുണ്ട്, ഇതൊന്നും ഓട്ടിസത്തിന് കാരണവുമല്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമല്ല. മൂന്നാമത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, യൂഷ്വലി മൈൽഡ് ടു മോഡറേറ്റ് ഓട്ടിസം
കുറച്ച് സമയമെടുത്ത് പ്രോപ്പർലി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പൂർണ്ണമായും മാറി കൊച്ചിന് നോർമൽ കമ്മ്യൂണിക്കേഷൻസിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ട് ഡയഗ്നോസിസ് ഓഫ് ഓട്ടിസം എന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു പേരൻറ്റിന് ഒരു ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു സാധനമേ അല്ല. അതാണ് ഈ അവയർനെസ്സിൽ നമ്മൾ ആസ് എ പേരൻറ്റ് മനസ്സിലാക്കേണ്ട ഒരു സിംഗിൾ വൺ ലൈനാണ്.